ഞാൻ കിച്ചണിലേക്ക് വേണ്ടിയിട്ട് ഗ്ലാസ് ജാറുകളും കുറച്ച് പാത്രങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ആദ്യം ജാറൊന്ന് ക്ലീനാക്കി വെച്ചതാണ്. അതിലേക്ക് ആദ്യം തന്നെ ആക്കി കൊടുക്കുന്നത് ചമ്മന്തിപ്പൊടിയാണ്. ചമ്മന്തിപ്പൊടി അനിയന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അവന് ദുബായിലാണ്. അവന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. അതിൽ നിന്ന് ഞാൻ ഒരു ജാറിലുള്ളത് എനിക്കെടുക്കുകയാണ്. അടുത്ത ജാറിൽ കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുടംപുളി ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുവരുന്നതാണ്. അടുത്തതായിട്ട് ഓയിൽ ബോട്ടിലാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണ്. ഈ ഓയിൽ ബോട്ടിൽ ഇതേ സെയിം ഓയിൽ ബോട്ടിൽ തന്നെയായിരുന്നു എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നത്. അതിൻ്റെ ക്യാപ്പ് കേടുവന്നതുകൊണ്ട് അതുപോലെയുള്ള തന്നെ 2 ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു. അതിൽ ഓയിൽ ഒഴിച്ച് വെക്കുകയാണ്. ഞാൻ ഇങ്ങനത്തെ പ്ലേറ്റ് വാങ്ങണമെന്ന് ആഗ്രഹിക്കണം. അങ്ങനെ ഞാൻ 3 പ്ലേറ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഒരേപോലെയുള്ളത് വാങ്ങിയതാണ്. ഈ വൈറ്റ് കളറിലുള്ള കൊട്ട ഇത് ഞാൻ അവിടെ കണ്ടപ്പോൾ എടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പാത്രം ഇത് നമുക്ക് അരിയൊക്കെ ഊറ്റി വെക്കാനൊക്കെ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു കൊട്ടയാണ്. പിന്നെ വാങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ബൗള്. ഈ ബ്ലാക്ക് കളറിലുള്ള സിറാമിക്കിൻ്റെ ബൗളാണ്. പിന്നെ ഈ ഭരണി ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് നിങ്ങൾ എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് കുറച്ച് മുമ്പ് വാങ്ങിയതാണ്. അപ്പോൾ ഉപ്പ് തീർന്നിരുന്നു. അപ്പോൾ 2 ബോട്ടിൽക്കും ഉപ്പാക്കാണ്. ഒരു ബോട്ടിൽ പൊടിയുപ്പും മറ്റേ ബോട്ടിൽ കല്ലുപ്പും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കൗണ്ടർ ടോപ്പിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഈ സ്റ്റാൻഡ് എനിക്ക് എൻ്റെ ബ്രദർ തന്നതാണ്. അപ്പോൾ ഇനി അതിലൊന്ന് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം ഞാൻ ഈ സ്റ്റാൻഡിൽ ഒരു നല്ല കട്ടിയുള്ളൊരു പേപ്പർ വിരിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് വെച്ച് നോക്കാം. ആദ്യം ഞാൻ ഓയിൽ ബോട്ടിൽ വെച്ച് കൊടുത്തു. അപ്പോൾ എനിക്കൊരു സുഖം പോരാ. അങ്ങനെ ഞാൻ അവിടുന്ന് ഓയിൽ ബോട്ടിൽ ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നി അവിടെ നല്ലത് ഉപ്പിൻ്റെ ജാറ് വെച്ച് കൊടുക്കാനാണെന്ന്. അങ്ങനെ ഞാൻ ഉപ്പിൻ്റെ 2 ജാറും വെച്ച് കൊടുത്തിട്ടുണ്ട്. താഴെ ഞാൻ കുടംപുളിയും ചമ്മന്തിപ്പൊടിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും എടുക്കണ സാധനങ്ങൾ 4 കൂടെ ആ സ്റ്റാൻഡിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പാം ഓയിൽ തീർന്നിരുന്നു. അപ്പോൾ ഞാനും അതും അതേപോലെ തന്നെ കുരുമുളക് പൊടിച്ചത് തീർന്നിരുന്നു. അത് പൊടിച്ചിട്ട് അതും ഒരു ഡബ്ബയിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മാറ്റ് ഇട്ട് കൊടുക്കേണ്ടടത്തൊക്കെ മാറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.